മണിപ്പൂരിൽ സംഘർഷവും ബൂത്തുപിടുത്തവുമുണ്ടായ 6 ബൂത്തുകളിൽ റീപോളിംഗ് ആരംഭിച്ചു. രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന ഔട്ടർ മണിപ്പൂർ ലോക്സഭാ മണ്ഡലത്തിലെ ബൂത്തുകളിലാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുക. സ്വാതിയുണ്ട് ദില്ലിയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി. സ്വാതി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. സ്വാതി, മണിപ്പൂരിൽ തുടർച്ചയായി സംഘർഷം ഉണ്ടാകുന്ന ഒരു സ്ഥിതിയാണ്. ഇന്നിപ്പോൾ വീണ്ടും റീപോളിംഗ് നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരം? കീർത്തി, കഴിഞ്ഞ രണ്ട് ഘട്ടങ്ങളിലും അതായത് ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും മണിപ്പൂരിൽ വലിയ തരത്തിലുള്ള സംഘർഷങ്ങൾ നിലനിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും റീപോളിംഗ് നടത്താൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചത്. എന്തായാലും റീപോളിംഗ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ തവണ അതായത് രണ്ടാം ഘട്ടത്തിൽ നടന്ന ബൂത്തുകളിൽ 6 ബൂത്തുകളിലാണ് ഇപ്പോൾ റീപോളിംഗ് നടക്കുന്നത്. അവിടെയാണ് ബൂത്ത് പിടുത്തമടക്കം അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീനുകളിലും VVPATലും കൃത്രിമത്വം കാണിച്ച് തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വിവിധ പാർട്ടികൾ രംഗത്ത് വരികയും റീപോളിംഗ് നടത്തണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ റീപോളിംഗ് ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് വിവിധ ഇടങ്ങളിൽ വിവിധ പോളിംഗ് സ്റ്റേഷനിൽ വ്യാപകമായുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, കുക്കി മെയ്തേ വിഭാഗത്തിൽ തമ്മിലുള്ള സംഘർഷ സാധ്യതകൾ അല്ലെങ്കിൽ വംശീയ കലാപം നിലനിൽക്കുന്ന ഒരു സാഹചര്യം മണിപ്പൂരിലുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് നിരവധിയായുള്ള അക്രമ സംഭവങ്ങൾ വിവിധ പോളിംഗ് ബൂത്തുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാം ഘട്ടത്തിൽ ഇതുപോലെ അക്രമ സംഭവങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് വീണ്ടും 11 ബൂത്തുകളിൽ റീപോളിംഗ് നടത്തിയത്. അതിനുശേഷം രണ്ടാം ഘട്ടത്തിലും അതായത് ഔട്ടർ മണിപ്പൂരും ഇന്നർ മണിപ്പൂരും ഇങ്ങനെ 2 ലോക്സഭാ മണ്ഡലങ്ങളാണ് മണിപ്പൂരിലുള്ളത്. ഇന്നർ മണിപ്പൂരിലും നടത്തിയ വോട്ടെടുപ്പ് ദിവസം വലിയ തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ നേരിട്ടതിനെ തുടർന്നും ബൂത്ത് പിടുത്തം, ബൂത്ത് ഏജന്റിനെ തട്ടിക്കൊണ്ടുപോകൽ, വോട്ടിംഗ് മെഷീനുകൾ കത്തിക്കൽ, അത്തരത്തിൽ വലിയ തരത്തിൽ കേന്ദ്ര സേനയ്ക്കടക്കം വിന്യസിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും രണ്ടാം ഘട്ടത്തിലെ വോട്ടെടുപ്പിലും സംഘർഷം നേരിട്ടതിനെ തുടർന്ന് 6 ബൂത്തുകളിൽ അതായത് ഔട്ടർ മണിപ്പൂരിലെ ലോക്സഭാ മണ്ഡലത്തിലെ 6 ബൂത്തുകളിൽ ഇപ്പോൾ വീണ്ടും റീപോളിംഗ് തുടങ്ങിയിട്ടുള്ളത്. സംഘർഷങ്ങൾ നിരവധിയായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെ തന്നെയും. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള കനത്ത സുരക്ഷയിലാണ് ഇന്ന് റീപോളിംഗ് നടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു കുക്കി വിഭാഗത്തിൽപ്പെട്ട ഒരാൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. മാത്രമല്ല CRPF ജവാന്മാരടക്കം കൊല്ലപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ വോട്ടെടുപ്പ് 2 ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ 4 പേരാണ് മണിപ്പൂരിൽ മാത്രം കൊല്ലപ്പെട്ടിട്ടുള്ളത്. വലിയ തരത്തിലുള്ള സംഘർഷങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കനത്ത സുരക്ഷയിൽ ഇന്ന് റീപോളിംഗ് നടക്കുന്നത്. രാവിലെ 7 മണി മുതൽ റീപോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. 4 മണി വരെയാണ് റീപോളിംഗ് നടക്കുക. കീർത്തി. ശരി, സ്വാതിയാണ് ആ വിവരം.